നമസ്കാരം. എല്ലാ വർഷവും കാർത്തിക മാസത്തിലെ അമാവാസി ദിനത്തിലാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത്. ഈ 2025 ദീപാവലി വരുന്നത് ഒക്ടോബർ 20 തിങ്കളാഴ്ചയാണ്. ദീപാവലി ദിനത്തിൽ നമ്മൾ ഗണപതി ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ഒരേപോലെ ആരാധിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ വളരെ വലിയ സാമ്പത്തിക ഉന്നതി വന്നു ചേരും. അപ്പോൾ അന്നേ ദിവസം നമ്മളിലേക്ക് ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം വന്നു ചേർന്നിട്ടുണ്ട് എന്ന് സൂചന നൽകുന്നതായ ചില കാര്യങ്ങളുണ്ട്. അതായത് ശുഭകരമായ ഈ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് അന്നേ ദിവസം നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചാൽ ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തപ്പെടും എന്നും, കൂടാതെ ആ ഒരു വർഷക്കാലം അടുത്ത ദീപാവലി വരെയുള്ള സമയം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും, ഭഗവാൻ ഗണേശൻ്റെ അനുഗ്രഹവും വന്നു ചേരും എന്നതാണ് സൂചന. അങ്ങനെ ശുഭകരമായ ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് മൂങ്ങയാണ്. അതായത് ദേവിയുടെ വാഹനമായിട്ടാണ് വേദങ്ങളിൽ മൂങ്ങയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ദീപാവലി ദിനത്തിൽ മൂങ്ങയെ കാണാൻ സാധിച്ചാൽ ഇത് നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉടൻ തന്നെ അകലാൻ പോകുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. അടുത്തതായി താമരപ്പൂവാണ്. താമരപ്പൂവിൽ വസിക്കുന്നതാണ് ദേവി. താമരപ്പൂവിൽ വസിക്കുന്നതിനാൽ തന്നെ അന്നേ ദിവസം ദീപാവലി ദിനത്തിൽ നമുക്കൊരു താമരപ്പൂവ് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഇത് അടുത്ത ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളുടെ സേവിങ്സ് വർദ്ധിക്കും. അതായത് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുകയും ദേവിയുടെ അനുഗ്രഹം നിമിത്തം ഈ താമരപ്പൂവിനെയും ഒരു ശുഭകരമായ സൂചനയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി ദീപാവലി ദിനത്തിൽ ശുഭകരമായ സൂചനകളാണ് പശുക്കൾ. അതായത് പശുവിനെ അന്നേ ദിവസം കാണുകയാണെങ്കിലും, അതേപോലെ ഒരു പശു അത് ഉടമനൊന്നും കൂടെയില്ലാതെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് അന്നേ ദിവസം കയറി വരികയാണെങ്കിലും ശുഭകരമായ, അതായത് ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്ന സൂചനയാണ്. അടുത്തത് കാക്കയാണ്. അന്നേ ദിവസം, അതായത് ദീപാവലി ദിവസത്തിൽ കാക്കയെ കാണാൻ സാധിച്ചാൽ പൂർവികരുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്, ആ ഒരു മാറ്റം ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവരാൻ പോകുന്നു. അത് നിങ്ങളുടെ ചിലപ്പോൾ ഒരുപാട് കൂട്ടമായിട്ടായിരിക്കും കാക്കകൾ വന്ന് മരക്കൊമ്പിലിരിക്കുന്നത്. അന്നേ ദിവസം നിങ്ങൾ ആഹാരം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരു സന്തോഷമായി തോന്നുകയൊക്കെ ചെയ്യുന്നതും ശുഭകരമായ ഒരു സൂചനയാണ്. കാരണം ദീപാവലി ദിനം ദേവി ലക്ഷ്മി ദേവിയുടെയും ഭഗവാൻ ഗണേശൻ്റെ അനുഗ്രഹം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ദിവസമായതിനാൽ തന്നെ നമ്മളിലേക്ക് ലഭിക്കുന്ന ചില സൂചനകളാണ് ഇത്. അപ്പോൾ ഈ ഒരു സൂചന ലഭിച്ചു കഴിഞ്ഞാൽ ഓർത്തോളൂ, വരുന്ന അടുത്ത ദീപാവലിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതം വളരെയധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എത്തിച്ചേരും.